എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. താങ്ക്സ് ആന്റി. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ സ്പഷ്ടമായിട്ട് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണിത്. അതേസമയം ശത്രു നമ്മൾ ഒരിക്കലും ഈ സത്യം മനസ്സിലാക്കരുതെന്നും ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിശാച് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം ഈ സത്യം നമ്മൾ മനസ്സിലാക്കരുത്. ഈ സത്യം നമ്മുടെ കണ്ണിൽ നിന്ന് മറച്ചു കളയുക, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ആഴം മനസ്സിലാക്കരുതെന്നാണ് പിശാച് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഈ സത്യത്തെ ആഴത്തെ നമ്മൾ ഗ്രഹിക്കുക എന്നുള്ളതാണ്. കർത്താവിന് ഈ പകൽക്കാലം നമ്മൾ ഓരോരുത്തരും നോക്കി പറയാനുള്ളത്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. കാരണം വിചാരപ്പെട്ടുകൊണ്ടിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല വിചാരപ്പെട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വിചാരപ്പെടരുത് എന്ന് പറഞ്ഞത്. സത്യമല്ലേ? ഹല്ലേലൂയ. നമ്മളുടെ ഉള്ളിലോട്ടൊരു ഭാരം കയറി വരുമ്പോൾ നമ്മളെ പിന്നെ യന്ത്രങ്ങളെ പോലെയാകും. ഹല്ലേലൂയ. കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ മറന്നുപോകും. അല്ല, പിന്നെ നമ്മൾ സ്വിച്ച് ഇട്ടാലും നമ്മൾ പ്രവർത്തിക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ ഓഫ്. അതുപോലത്തെ ഒരു യാന്ത്രികമായ ലൈഫിലോട്ട് നമ്മൾ പോകാൻ സാധ്യതയുണ്ട് ഈ വിചാരപ്പെടൽ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സത്യത്തില് വിശ്വാസിയാണെങ്കിൽ പോലും പ്രാർത്ഥിക്കാൻ മറന്നുപോകും, പാടാൻ മറന്നുപോകും, ബൈബിൾ വായിക്കാൻ മറന്നുപോകും, ചെയ്യേണ്ട കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ പോലെ ചെയ്യാൻ മറന്നുപോകും നമ്മൾ. ഹാലയില് പിന്നെ നമ്മൾ ആകപ്പാടെ ചെയ്യാൻ സാധ്യതയുള്ള പോയി കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ പോയി കിടക്കുക എന്നുള്ളത് മാത്രമേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ ആത്മാവ് ഈ പകൽക്കാലം പറയുന്നത് ഒന്നിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്, എല്ലാറ്റിലും ഏത് വിഷയത്തിലും ഹല്ലേലൂയ. അവിടെ ഒരു സ്പെസിഫിക് പോയിന്റ് തന്നിട്ടല്ല പറയുന്നത് ഇന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ, അല്ലെങ്കിൽ അതിനൊരു ക്രൈറ്റീരിയ ഒന്നുമില്ല. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. എല്ലാം നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വന്നിട്ട് അവരെല്ലാം അവരുടെ ആവശ്യങ്ങളൊക്കെ പറയും. പക്ഷെ അനാവശ്യമൊക്കെ അവർ പറയും. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പാരന്റ്സ് പ്രവർത്തിക്കും, അല്ലെ? പക്ഷെ അവർ പറയാതിരിക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം എന്ന് പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ പിതാവിന്റെ അടുത്ത്, നമ്മളുടെ അപ്പന്റെ അടുത്ത് ഉള്ള ആക്സസിനെ കുറിച്ചാണ് ഈ വചനം വ്യക്തമായി നമ്മൾ സംസാരിക്കുന്നത്. ഏത് സമയത്ത് കർത്താവിനോട് പറയുവാനും നമ്മുടെ ആവശ്യങ്ങളെ ഭാരപ്പെടുന്നതിന് പകരം അത് പറഞ്ഞ് സാധിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. നമ്മൾ നോർത്ത് വയ്ക്കുക, ഇവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ആവശ്യങ്ങളുണ്ട്. അവരിങ്ങനെ വിഷമിച്ച് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ആവശ്യങ്ങൾ അവിടെ നിറവേറ്റപ്പെടുകയില്ല. അപ്പൊ ഞങ്ങൾ പാരന്റ്സ് പിന്നെ ഇവിടെ എന്തിനാ എന്ന് വിചാരിക്കും, അല്ലേ? കുഞ്ഞുങ്ങളിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്രവൃത്തി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഒരു കുഞ്ഞും അങ്ങനെ ചെയ്യത്തുമില്ല. സ്തോത്രം. അവര് പപ്പയ്ക്ക് നടത്തി കൊടുക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ പപ്പയെ കൊണ്ട് കഴിയുമോ ഇല്ലയോ എന്നറിഞ്ഞിട്ടല്ല അവർ ഓരോ ആവശ്യങ്ങൾ പലപ്പോഴും അടുത്തു വന്ന് പറയാറുള്ളത്. എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, നമ്മുടെ ആവശ്യങ്ങള് സ്തോത്രത്തോടെ നന്ദിയുള്ള ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെ ഓർത്തുകൊണ്ട്, നന്മകളെ ഓർത്തുകൊണ്ട് നാം പറയാൻ തുടങ്ങുമ്പോൾ സ്തോത്രം, ദൈവം നമ്മുടെ ആവശ്യങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കരം ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങും. മറിച്ച് നാം ഭാരപ്പെടാൻ തുടങ്ങുകയാണെങ്കിൽ അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ നമ്മുടെ അടുത്ത് വരാൻ സാധിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം കൂടി നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് ഞാനിത് പറയുന്നത്? കാരണം ഹല്ലേലൂയ, എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചു കൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. സ്തോത്രം. ഇവിടെയും കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുക. നമ്മുടെ ഏത് ആവശ്യമായിക്കോട്ടെ, എന്ത് സാഹചര്യമായിക്കോട്ടെ, ഏത് സാഹചര്യം എന്നുള്ള ദൈവത്തിന് വിഷയമില്ല. ഒരു പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ മുഖത കാണിക്കുന്നത് നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പാപങ്ങളിൽ അകപ്പെടുമ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും.
ഹാലിൽ അങ്ങനെ എന്തു സാഹചര്യമായിക്കോട്ടെ, സ്തോത്രം, ഇതൊന്നും കാരണം നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തികളല്ല ദൈവത്തിന്റെ മറുപടികൾ നമ്മുടെ ലൈഫിൽ പലപ്പോഴും കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ ഹാലിൽ സകലവും നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഹാലിൽ ആ മഹാപുരോഹിതൻ നമുക്കുള്ളത് കൊണ്ട്, യേശു നമുക്കുള്ളത് കൊണ്ട് കർത്താവിന്റെ പിതാവിന്റെ സന്നിധിയിൽ എപ്പോൾ വേണമെങ്കിലും ചെല്ലുവാനും സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനും നമ്മൾക്ക് പ്രാഗൽഭ്യമുണ്ട്. ഹല്ലേലൂയ, നമ്മൾക്ക് പ്രാഗൽഭ്യമുണ്ട്. നമ്മളത് മറന്നു പോകരുത്. നമ്മൾ ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മൾ ആരും കൊടും പാപികളല്ല. കാരണം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റവൻ നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാനിരിക്കുന്നതുമായ സകലത്തെയും ഏറ്റവൻ നമുക്ക് വേണ്ടിയുണ്ട് എന്ന് പറയുമ്പോൾ ചെയ്യാനുള്ള ലൈസൻസിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഓൾറെഡി കർത്താവ് നമ്മൾക്ക് വേണ്ടി സകലവും സഹിച്ചു. അവിടുന്ന് മഹാപുരോഹിതനായി നമ്മൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ സ്തോത്രം, ആ കൃപാസനത്തിനോട് അടുത്ത് ചെല്ലുവാൻ നമ്മൾ ഒട്ടും മടിക്കരുത്. അടുത്ത് ചെല്ലുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. ഭാരങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യം, കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് വരിക. ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, ദൈവസന്നിധിയിൽ പറയുക. അതിന് സൊല്യൂഷൻ നമ്മൾ മുന്നിൽ കണ്ടിട്ടല്ല പറയേണ്ടത്. ഒരു സൊല്യൂഷനും കാണാതിരിക്കുമ്പോൾ പോയി പറയാനുള്ള ധൈര്യം, അത് വിശ്വാസത്തെ കാണിക്കുന്നത്. പോയി പറയാനുള്ള ധൈര്യം, കർത്താവിനോട് സംസാരിക്കാനുള്ള ധൈര്യം, അത് വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ മറുപടി നമ്മുടെ ലൈഫിൽ തീർച്ചയായിട്ടും വെളിപ്പെടും. സ്തോത്രം. നോക്കിക്കേ, ആദാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ആദാമും ഹവ്വയും പാപം ചെയ്തു. പക്ഷെ പെട്ടെന്ന് പിശാചു വന്ന് അവരുടെ മനസ്സിൽ പറഞ്ഞു, ഹല്ലേലൂയ, അതെ, നിങ്ങൾ വീണ് കിടക്കുക, നിങ്ങൾ കർത്താവ് പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്തു? അവന്റെ മനസ്സിൽ പറഞ്ഞു കാണും, ഞാൻ ഇങ്ങനെ വിശ്വസിക്കുക, അവന്റെ മനസ്സിൽ പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് വേഗം ഒളിച്ചിരുന്നു. കർത്താവ് വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ പിശാച് വന്നിട്ട് ആദാമിന്റെ മനസ്സിൽ പറഞ്ഞു, ഭയം കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് പറഞ്ഞു, ഒളിച്ചിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അതായിരുന്നു ആദാം അവിടെ ചെയ്യേണ്ടിയിരുന്നത്. സ്തോത്രം. തെറ്റുപറ്റി. പക്ഷെ ഓടി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ, ഈ പിതാവിന്റെ സന്നിധിയിൽ യേശുവിന്റെ അടുത്ത് വന്നിട്ട് ക്ഷമ പറയുന്നതിന് പകരം പോയി ഒളിച്ചിരിക്കുക. കർത്താവ് വന്ന് ചോദിച്ചപ്പോൾ, ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആദാം പറയുന്ന മറുപടിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, നീ തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. ഭയപ്പെട്ട് ഒളിച്ചു. സ്തോത്രം. ഭയം എന്നുള്ളത് പലപ്പോഴും ഭയം ഒരിക്കലും ഒരു മോശമായ വികാരമല്ല. സ്തോത്രം. എന്നാൽ ചില സമയങ്ങളിൽ ചില ഭയങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണെങ്കിൽ അത് എപ്പോഴും മോശമായത് തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് അടുപ്പിക്കാത്ത എല്ലാ ഭയങ്ങളെയും നമ്മൾ മാറ്റിക്കളയേണ്ടത് ആവശ്യമാണ്. ദൈവപ്രവർത്തികൾക്ക്, ദൈവം നമ്മുടെ അടുത്ത് വരാൻ, ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് തടസ്സമായിട്ടുള്ള എല്ലാ ഭയങ്ങളെയും നമ്മൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അതൊരു പക്ഷേ ഭാരപ്പെട്ട് നാളെ എന്താകും, വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഓർക്കുന്ന ഭയങ്ങളായിരിക്കും. സ്തോത്രം. അത് ദൈവത്തെ നമ്മളിലോട്ട് കൊണ്ടുവരുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ കരത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന ഭയങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ആദാമിന്റെ ലൈഫിൽ നമ്മൾ അതാ പഠിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആദാം അവിടെ കാരണം ദൈവം ഓൾറെഡി എല്ലാം അറിയുന്നു. സ്തോത്രം. അവിടെ ഭയപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. എന്നാൽ പിശാച് പറഞ്ഞതിന് അവൻ കേട്ട് അവൻ ഭയപ്പെട്ട് ഒളിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവ സാന്നിധ്യത്തിൽ ഒളിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മൾ ഒരു കാര്യം ഇവിടെ ചിന്തിക്കണം. എത്ര ഒളിച്ചെന്ന് പറഞ്ഞാലും നോക്കിക്കേ, ആദാമിന്റെ അടുത്ത് പിതാവ് വന്നതുപോലെ ആ കർത്താവിന്റെ സ്നേഹം നമ്മളെ ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എവിടെ എന്ന് ചോദിച്ചു വരുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നമുക്ക് മറഞ്ഞിരിക്കാൻ കഴിയത്തില്ല. ദൈവമക്കളെ, പകൽക്കാലം അത് നമ്മൾ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യണം. ഏത് ചേറ്റുകുഴിയിൽ കിടന്നാലും, കഴിഞ്ഞ നാളുകളിൽ നിന്ന് ഓർത്ത് വയ്ക്കുക, നമ്മളൊക്കെ കിടന്ന ചേറ്റുകുഴിയിൽ നിന്ന് പിതാവ് നമ്മളെ കരത്തിൽ വലിച്ചെടുത്ത് പുറത്തെടുത്തെങ്കിൽ ഹല്ലേലൂയ, സ്തോത്ര. കർത്താവ് നമ്മളുള്ള സ്നേഹം എത്ര വലുതാ. മഹാപുരോഹിതൻ നമ്മളുള്ള സ്നേഹം എത്ര വലുതാ. അതുകൊണ്ട് ഈ പകൽക്കാലം നിസ്സാരമായ ചില വിഷയങ്ങളുടെ മധ്യേ നമ്മുടെ വിഷയങ്ങളെ നാം കാണേണ്ടത് നിസ്സാരമായിട്ട് കാണുക. എത്ര വലിയ വിഷയമായിക്കോട്ടെ, പക്ഷെ അത് നിസ്സാരമായിട്ട് കണ്ട് കർത്താവിന്റെ സന്നിധി കൊടുക്കുമ്പോൾ അതിന് പരിഹാരമുണ്ട് എന്ന് നാം തിരിച്ചറിയുന്നുവെങ്കിൽ ആ വിഷയത്തിന് മധ്യ വീടുതൽ വ്യാപരിക്കാൻ തക്കണം ഇടയായിത്തീരും. സ്തോത്രം. എഹെസ്കേലിനോട് കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനെ ദർശനത്തിലൂടെ എഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞു, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് പ്രവചിക്കാൻ പറയാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താനത് അനുസരിച്ച് പ്രവചിച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞ ഒറ്റ കാര്യം, ഹല്ലേലൂയ, ആ ഒരു ഭാഗം കൂടെ ദൈവാത്മാവ് ഇടപെടുന്നോട് സംസാരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. എഹെസ്കേൽ 37-ാം അധ്യായത്തിലൂടെ കടന്നു വരുമ്പോൾ
അതിന്റെ അതിന്റെ 9-ാമത്തെ വാക്യത്തില് കാറ്റിനോട് പ്രവചിക്കാം, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. സ്തോത്രം. ഇവിടെ കാറ്റ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് റൂഹ എന്നൊരു വാക്കിനെയാണ് ഹാലയിൽ ഇവിടെ കാണിക്കുന്നത്. സ്തോത്രം. അതായത് നമ്മുടെ ലൈഫിന്റെ ഏത് നിശ്ചലമായ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ ഹല്ലേലൂയ വന്നെങ്കിൽ മാത്രമേ അത് ജീവനുള്ളതായിട്ട് മാറത്തുള്ളൂ. സ്തോത്രം. ദൈവ സാന്നിധ്യം ഇല്ലാതെ, കാര്യം എന്തെല്ലാം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും, എന്തെല്ലാം കാട്ടിക്കുട്ടിയെന്ന് പറഞ്ഞാലും, സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് ജീവനുണ്ടെന്ന് പറഞ്ഞാലും ദൈവം തൊടാതെ, ആത്മാവ് തൊടാതെ, ആത്മാവിന്റെ സാന്നിധ്യം ഇല്ലാതെ അതിന് യഥാർത്ഥമായിട്ട് ജീവൻ വരുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന താല്പര്യം, മാനുഷികമായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചില വിഷയങ്ങളുടെ മതി എടുത്താലും, സ്റ്റെപ്പുകൾ ചെയ്താലും, ഡിസിഷൻസ് എടുത്താലും, ഏറ്റവും അറ്റ്ലീസ്റ്റ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മധ്യ ചലിക്കാതെ അത് യഥാർത്ഥമായ ജീവനിലോട്ട് കടന്നു വരുന്നില്ല. സ്തോത്രം. ഈ പകൽക്കാലം ചില വിഷയങ്ങളെ മാനുഷികമായി നമ്മൾ ചിന്തിച്ചു, അല്ലെങ്കിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ അതിനു വേണ്ടി വില കൊടുക്കേണ്ടവരും, നമ്മൾ കരയേണ്ടവരും, ദൈവസന്നിധിയിൽ മുട്ടുമേൽ നിൽക്കേണ്ടവരും. ഇവിടെ നോക്കിക്കേ, ആദ്യം പ്രവാചകൻ പ്രവചിച്ചത് ഉണങ്ങിയ അസ്ഥികളെ നോക്കിയിട്ട്, രണ്ടാമത് പ്രവചിക്കുന്നത്, സ്തോത്രം, പരിശുദ്ധാത്മാവിനോട്, ശ്വാസമേ, 4 ദിക്കുകളിൽ നിന്ന് വന്നിട്ട് കാറ്റേ, നീ ഊതുക എന്ന് പറയുന്നു. ദൈവത്തോടാ പറയുന്നത്. ചില നിമിഷങ്ങളിൽ, ചില സമയങ്ങളിൽ ഇതുപോലെ കർത്താവിനോട് നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരും. ഇവിടെ പ്രവചിക്കുക സത്യം ചെയ്യുന്ന പ്രവാചകൻ. സ്തോത്രം. ദൈവത്തോട് പറയുക, ദൈവത്തോട് അപേക്ഷ കഴിക്കുക. നീ വന്ന് ഈ വിഷയത്തിന്റെ മധ്യം ചലിച്ചാലല്ലാതെ കർത്താവേ ഇതിന് ജീവൻ വെക്കത്തില്ല. ഈ പകൽക്കാലം അങ്ങനെ ചില വിഷയങ്ങളുടെ മധ്യേ ആത്മാവിൽ പറയാൻ നമുക്ക് ധൈര്യം വേണം. ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ പറയാൻ തയ്യാറാകുന്ന, സ്തോത്രം, ദൈവത്തിന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ആ വിഷയത്തിന്റെ മധ്യ വെളിപ്പെടും. പരിശുദ്ധാത്മാവേ, എന്റെ എഫേർട്ട് മതിയായി. പരിശുദ്ധാത്മാവെ, എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്നെ കൊണ്ട് ഇന്ന വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല. അങ്ങയുടെ ആത്മാവ് ആ വിഷയത്തിന്റെ മധ്യ ചലിക്കണേ. അങ്ങയുടെ കാറ്റായിട്ട് പരിശുദ്ധാത്മാ വിഷയത്തിന്റെ മധ്യ ഒന്ന് ടച്ച് ചെയ്യണമേ, ഒന്ന് തൊടണമേ എന്ന് നാം പറഞ്ഞു തുടങ്ങിക്കേ. സ്തോത്രം. ധൈര്യത്തോടെ എന്ന് പറഞ്ഞു തുടങ്ങിക്കേ. ധൈര്യത്തോടെ ആ വിഷയത്തെ നോക്കി പ്രവചിച്ചു തുടങ്ങിക്കേ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന പ്രയാസമേ, നസറ യേശുവിന്റെ നാമത്തിൽ അത് എന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. എന്റെ മുമ്പിൽ നിന്ന് വിഷയത്തിന്റെ മറുപടി ഇപ്പോൾ തന്നെ എന്റെ മുമ്പിൽ വന്നു നിൽക്കട്ടെ എന്ന് ആത്മാവ് നാം കൽപ്പിക്കാൻ തയ്യാറായി നോക്കിക്കേ. റിക്കമന ഹബിലി ഘടക ശബ്ദം കൗഡ യേശുവിന്റെ നാമത്തിൽ ആ വിഷയത്തിന് മധ്യ ജീവൻ വ്യാപരിക്കുന്ന മക്കളെ. ഹല്ലേലൂയ. ആത്മാവില്ലാത്ത ഒരു പ്രവർത്തികളിലും ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. ഇന്ന് നമുക്കറിയാം, ഒരുപാട് ചർച്ചുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ആരാധനകളോ സെർമൺസ് ഒക്കെ ഉണ്ടാകും, പക്ഷെ ആത്മാവിന്റെ ചലനം അവിടെ ഇല്ല. അതൊക്കെ മരിച്ചതിന് തുല്യമാണ്. സ്തോത്രം. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ജീവിതങ്ങളിലെല്ലാം എന്തെല്ലാം നമ്മൾ ചെയ്താലും എടുത്താലും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവ് ഒരു കാറ്റായിട്ട് അതിന് മധ്യേ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് മരിച്ചതിന് തുല്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ ധൈര്യമുള്ളവരായി, സ്തോത്രം, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞതുപോലെ, അതുകൊണ്ട് നമുക്കുള്ള സ്വീകാര്യം എങ്ങനെ മുറുകെ പിടിക്കണം? ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. ഒരുപക്ഷെ ചിലപ്പോൾ പ്രാർത്ഥനയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അപേക്ഷയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിലവിളിയായിട്ടായിരിക്കാം. ദൈവ സാന്നിധ്യത്തെ നമ്മുടെ വിഷയത്തിലോട്ട് കൊണ്ടുവരുവാൻ നാം നിലവിളിക്കുമ്പോൾ, സ്തോത്രം, ആ സാന്നിധ്യം ആ വിഷയത്തിന് മറ്റേ തൊടുമ്പോൾ, സ്തോത്രം, അസ്ഥികൾ ജീവിച്ചെഴുന്നേറ്റ് നിന്നതുപോലെ അതിന് തൊക്കും മാംസവും വന്ന് ജീവനുള്ള ദേഹിയായി മാറിയതുപോലെ, എത്ര ചത്ത വിഷയമായിക്കോട്ടെ, എത്ര മാറ്റിവെച്ച വിഷയമായിക്കോട്ടെ, തമ്പുരാന് തൊടാൻ കഴിയാത്ത ഒരു വിഷയമില്ല, തമ്പുരാന് പരിഹരിക്കാൻ കഴിയാത്തതുമായിട്ടൊരു വിഷയമില്ല. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ ധൈര്യത്തോടെ കർത്താവിന്റെ സെല്ലായിരിക്കാം. ഭാരങ്ങളെ മാറ്റിവെച്ചിട്ട്, ഭയങ്ങളെ മാറ്റിവെച്ചിട്ട്, പലപ്പോഴും ഭയങ്ങൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് തടസ്സമായിട്ട് വരും. നമ്മുടെ സുഗമമായ നടത്തിപ്പിനും മുന്നേറ്റത്തിനൊക്കെയും ഭയം തടസ്സമായിട്ട് വരുമ്പോൾ ആവശ്യമില്ലാത്ത ഭയങ്ങളെ കർത്താവ് എന്നിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് ധൈര്യത്തോടെ, സ്തോത്രം, എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്ന സർവശക്തനാകുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഈ ഭാരത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഇന്നൊരു പക്ഷേ വിഷയത്തിലായിരിക്കില്ല, എന്നാൽ നാളെ ഉണ്ടാകുന്ന പല വിഷയങ്ങളുടെ മധ്യയിൽ നിന്നും കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരുമെന്നുള്ള ധൈര്യത്തോടെ കർത്താവിനെ നിൽക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വായിച്ച വാക്യത്തിലോട്ട് മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഫിലിപ്പിയർ 4:6 നമ്മൾ വായിച്ചല്ലോ.
ഹല്ലേലൂയ, സ്തോത്രം. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും സ്തോത്രം അപേക്ഷയാലും ഹല്ലേലൂയ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മളുടെ ഹൃദയത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയും കർത്താവിന്റെ ഒരു സംരക്ഷണം അതിന്മേൽ ഉണ്ടാകേണ്ടത്, അത് കർത്താവിനോട് പറയേണ്ടത് ആവശ്യമാണ്. ദൈവസന്നിധി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ വലിയൊരു പുതപ്പിനാൽ കർത്താവ് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. കർത്താവ് നമ്മൾ ഓരോരുത്തരെയും പുതിയട്ടെ. സ്തോത്രം. വിഷയങ്ങളെ വരെ ഭാരപ്പെടുന്നത് മതിയാക്കിയിട്ട് പറയാൻ തുടങ്ങിക്ക്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അപേക്ഷയായിട്ട് സമർപ്പിക്കാൻ തുടങ്ങി നോക്കിക്കേ. സാധ്യതകൾ കാണുന്നില്ലെങ്കിലും, ഒരു സാധ്യത കാണുന്നില്ലെങ്കിലും ദൈവസന്നിധി കൊടുക്കാൻ തയ്യാറായിക്കേ. ആത്മാവ് അതിന് മതിയെ വീശാനെന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാ വിഷയത്തിൽ നിന്ന് തൊടാനെന്ന് പറഞ്ഞു നോക്കിക്കേ. കർത്താവ് വിഷയത്തിന് മതിയെ വലിയ അത്ഭുതങ്ങൾ ആ വിഷയത്തിന് മതിയെ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അത് ചെയ്യുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. God bless you all. Amen. Hallelujah. Praise the Lord. കർത്താവ് നമ്മോട് സംസാരിച്ച വചനം